ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വാട്ട് ഉപയോഗിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതേതൊക്കെയാണെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്ക് എന്ത് വേണം? വാട്ട് ഡു യു വാണ്ട്? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കടയിൽ കയറിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, നിനക്ക് എന്താ വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ചോദിക്കാം, വാട്ട് ഡു യു വാണ്ട്? എ പീസ് ഓഫ് പേപ്പർ. ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. വാട്ട് ഡു യു വാണ്ട്? ഐ വാണ്ട് എ സ്റ്റോറി ബുക്ക്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആൻസർ പറയാം. നിനക്ക് എന്ത് വേണം? വാട്ട് ഡു യു വാണ്ട്? ഐ വാണ്ട് എ പീസ് ഓഫ് പേപ്പർ, എൻ ഇറേസർ. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിനക്ക് എന്ത് വേണം? വാട്ട് ഡു യു വാണ്ട്? നെക്സ്റ്റ്, നമ്മൾ ഡെയിലി ലൈഫിൽ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ പേരെന്താണ്? വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം പഴയ വേർഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മൈ നെയിം ഈസ്, പേര് പറയും. മൈ നെയിം ഈസ് അമൽ, മൈ നെയിം ഈസ് രാഹുൽ. ഇപ്പം നമ്മുടെ ചുരുക്കിയിട്ട് വാട്ട്സ് യുവർ നെയിം? അമൽ. വാട്ട്സ് യുവർ നെയിം? അമൽ. ദെൻ, നിങ്ങളുടെ പിതാവിൻ്റെ ജോലി എന്താണ്? നിങ്ങളുടെ പിതാവിൻ്റെ ജോലി എന്താണ്? വാട്ട്സ് യുവർ ഫാദർ? ഹീസ് എൻ എഡിറ്റർ. നമുക്ക് ആൻസർ പറയാം, ഹീസ് എൻ എഡിറ്റർ. നിങ്ങളുടെ പിതാവിൻ്റെ ജോലി എന്താണ്? വാട്ട്സ് യുവർ ഫാദർ? ഹീസ് എൻ എഞ്ചിനീയർ. ദെൻ ഹീസ് എ ടീച്ചർ, ഹീസ് എ ബാങ്ക് മാനേജർ. അങ്ങനെ നമുക്ക് എന്ത് ആൻസർ വേണമെങ്കിലും പറയാം. ഇനിയിപ്പോൾ നിങ്ങളുടെ മാതാവിൻ്റെ ജോലി എന്താണെന്നാണെങ്കിലാണെങ്കിലോ, വാട്ട്സ് യുവർ മദർ? വാട്ട്സ് യുവർ മദർ? നെക്സ്റ്റ്, നിങ്ങൾ എന്തു എഴുതിക്കൊണ്ടിരിക്കുന്നു? വാട്ട് ആർ യു റൈറ്റിംഗ്? നിങ്ങൾ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു? വാട്ട് ആർ യു റൈറ്റിംഗ്? ആൻസർ എന്ത് പറയാൻ വേണ്ടിക്ക്? എ സ്റ്റോറി, എ നോവൽ. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു? വാട്ട് ആർ യു റൈറ്റിംഗ്? ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? വാട്ട് ആർ യു ഡൂയിങ്? അപ്പോൾ നമുക്ക് എന്താ പറയുക? കുക്കിംഗ്, ഡാൻസിങ്, വാഷിംഗ്. അങ്ങനെ എന്ത് വേണ്ടിക്കലും ആൻസർ പറയാൻ പറ്റും. നിങ്ങൾ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു? വാട്ട് ആർ യു റൈറ്റിംഗ്? സ്റ്റുഡൻസ് ആണെങ്കിൽ എ സ്റ്റോറി. ദെൻ, താങ്കൾ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു? വാട്ട് ഡു യു വാണ്ട് ടു സേ? താങ്കൾ എന്തു പറയാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ആൻസർ പറയാം, നത്തിങ്. നത്തിങ്. താങ്കൾ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു? വാട്ട് ഡു യു വാണ്ട് ടു സേ? നത്തിങ്. ദെൻ, നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു? വാട്ട് ആർ യു ഡൂയിങ് ദീസ് ഡേയ്സ്? നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു? വാട്ട് ആർ യു ഡൂയിങ് ദീസ് ഡേയ്സ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ നമുക്കൊന്നുകൂടി നോക്കാം. നിനക്ക് എന്തു വേണം? വാട്ട് ഡു യു വാണ്ട്? നിങ്ങളുടെ പേരെന്താണ്? വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പിതാവിൻ്റെ ജോലി എന്താണ്? വാട്ട്സ് യുവർ ഫാദർ? നിങ്ങളുടെ മാതാവിൻ്റെ ജോലി എന്താണെന്നാണെങ്കിൽ വാട്ട്സ് യുവർ മദർ? നിങ്ങൾ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു? വാട്ട് ആർ യു റൈറ്റിംഗ്? നിങ്ങൾ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു? വാട്ട് ആർ യു റൈറ്റിംഗ്? ദെൻ, താങ്കൾ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു? വാട്ട് ഡു യു വാണ്ട് ടു സേ? താങ്കൾ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു ഉള്ളതിന് എന്താ പറയുക? വാട്ട് ഡു യു വാണ്ട് ടു സേ? ദെൻ, നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു? വാട്ട് ആർ യു ഡൂയിങ് ദീസ് ഡേയ്സ്? നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു? വാട്ട് ആർ യു ഡൂയിങ് ദീസ് ഡേയ്സ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൊച്ചുങ്ങളോടോ വീട്ടിലുള്ളവരോടോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ടാകുമ്പോൾ സംസാരിക്കണം. അപ്പോൾ മാത്രമേ സ്പോക്കൺ ഇംഗ്ലീഷിനെ കൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.